തക്കാളിയോ സവാളയോ ഒന്നും ചേർക്കാതെ ദോശയ്ക്കും ഇഡ്ഡലിക്കും പറ്റിയ നല്ലൊരു ചട്നീൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1-2 വറ്റൽമുളക് ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ചെറിയ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 5-10 ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഒരു 3-4 വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്തിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ ഒരു ഉള്ളീൻ്റെയും വെളുത്തുള്ളീൻ്റെയും ഒക്കെ പച്ചമണം മാറി വരുന്നത് വരെ നമ്മളിത് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നാൽ തേങ്ങ ഒരു ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. അതിലേക്ക് നമ്മൾ നിലക്കടല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ നിലക്കടലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമുക്കിത് തണുത്തതിന് ശേഷം മിക്സീൻ്റെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ മിക്സീൻ്റെ ജാറിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു കഷ്ണം പുളിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളി ഒരുപാട് കൂടി പോകണ്ട. അതുപോലെ തന്നെ 2 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ശർക്കര പൊടിച്ചതും കൂടിയും ചേർക്കുന്നുണ്ട്. എരിവ് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളവും ചേർത്തിട്ട് നമുക്കിതൊന്ന് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരുപാട് ലൂസായിട്ടുള്ള കറി വേണമെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കാം. അപ്പോൾ കുറച്ച് കട്ടിയായിട്ട് തയ്യാറാക്കുന്നതാണ് നല്ല ടേസ്റ്റ്. ഈ ഒരു സമയം നോക്കിയിട്ട് ഉപ്പൊക്കെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വറുത്തിട്ട് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും കായ്മുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ നല്ല മുളക് പൊടിയും ചേർത്തിട്ട് ഒന്ന് നിറം മാറി വരുന്ന സമയത്ത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി നമ്മൾ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഉള്ളി വറുത്ത ചട്നിയാണ്. അപ്പോൾ ദോശേൻ്റെ കൂടെയും ഇഡ്ഡലീൻ്റെ കൂടെയും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ ഇനി നമുക്ക് കാണാം. താങ്ക്